ദിലീപ് ചിത്രം നീക്കത്തിന്റെ റിലീസ് തടഞ്ഞ് മദ്രാസ് ഹൈക്കോടതി. ദിലീപിനെ നായകനാക്കി ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത നീക്കം എന്ന ചിത്രത്തിന്റെ റിലീസ് മദ്രാസ് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. നിർമ്മാതാവ് AV അനൂപിന്റെ ഹർജിയിലാണ് ജസ്റ്റിസ് K കുമരേഷ് ബാബുവിന്റെ ഇടക്കാല ഉത്തരവ്. നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കുന്നതുവരെ ഹർജിക്കാരന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സ്റ്റേ അനിവാര്യമാണെന്ന് കോടതി വിലയിരുത്തി. ചിത്രത്തിന്റെ നിർമ്മാതാവ് സന്ദീപ് സേനനുമായുള്ള സാമ്പത്തിക തർക്കമാണ് ഹർജിക്ക് ആധാരം. നിർമ്മാണ കരാർ ലംഘിച്ചുവെന്നും സന്ദീപ് നൽകിയ ചെക്ക് മടങ്ങിയെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഉർവശി തിയേറ്റേഴ്സ്, കാക്ക സ്റ്റോറീസ് എന്നീ ബാനറുകളിൽ സന്ദീപ് സേനൻ, അലക്സ് കുര്യൻ എന്നിവർ ചേർന്നാണ് നീക്കം നിർമ്മിക്കുന്നത്. ജഗൻ ഷാജി കൈലാസിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രമാണിത്. ദിലീപിന്റെ കരിയറിലെ 152ാമത്തെ ചിത്രവുമാണ്. സംഗീത് സേനൻ, നിബിത ഫ്രാൻസിസ് എന്നിവരാണ് സഹനിർമ്മാതാക്കൾ. രഘു സുഭാഷ് ചന്ദ്രൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായും മനു വാലുക്കൽ പ്രൊജക്ട് ഡിസൈനറായും പ്രവർത്തിക്കുന്നു. ഇമോഷണൽ ഡ്രാമ ത്രില്ലറാണ് ചിത്രത്തിന്റെ ജോണർ. പ്രേക്ഷകരെ ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള സഞ്ചാരമാണ് ചിത്രത്തിന്റേതെന്ന് അണിയറക്കാർ പറഞ്ഞിരുന്നു. പക്ഷേ അമ്മയിലെ പ്രശ്നങ്ങൾ കടുത്തതോടുകൂടി ദിലീപ് അമ്മ എന്ന സംഘടനയിലേക്ക് വരുമെന്ന് ചില സൂചനകൾ നൽകുന്നൊരു വാർത്തയുണ്ടായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ദിലീപിന്റെ സിനിമകൾ തടഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ പ്രവർത്തിക്കുന്നുവെന്ന് എല്ലാവർക്കും തോന്നുന്നത്. ദിലീപിന്റെ തുടരെയുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ തടഞ്ഞ പലർക്കും അത് സാധ്യമായിരുന്നില്ല. പക്ഷേ OTTയിൽ വിറ്റുപോകാതെ ചില സിനിമകൾ തടഞ്ഞു വെക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിരുന്നു. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ദിലീപിന്റെ ബാന്ദ്ര എന്ന പാൻ ഇന്ത്യൻ സിനിമ. എന്തുകൊണ്ടാണ് ദിലീപിനോട് എല്ലാവർക്കും ഇത്ര ശത്രുത എന്ന് ആർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. ദിലീപ് മലയാള സിനിമയിലേക്ക് എന്ത് ക്രൂരതയാണ് ചെയ്തതെന്നും ആർക്കും ഇതുവരെ പിടികിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാണ് ദിലീപിന്റെ സിനിമകൾ തടയുന്നതും ദിലീപിനെ മലയാള സിനിമാ മേഖലയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്നും ആർക്കും അറിയാത്തൊരു ഉത്തരമായി ഇന്നും തുടരുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണോ അമ്മ എന്ന സംഘടനയിലുണ്ടായ പൊട്ടിത്തെറികൾ, അല്ലെങ്കിൽ ദിലീപിനെ ഒതുക്കാനുള്ള ശ്രമത്തിന്റെ ആദ്യ ഘട്ടമാണോ അമ്മയിലെ പൊട്ടിത്തെറിയെന്ന് എല്ലാവർക്കും സംശയമുണരുന്ന കാര്യമാണ്. എന്തൊക്കെയായിരുന്നാലും ജനപ്രിയ നായകന്റെ പട്ടം മറ്റാരിലേക്കെങ്കിലും ചാർത്തി പോകുമോ എന്നും ദിലീപിന് ഇനി ഇവിടെ മലയാള സിനിമാ മേഖലയിൽ നിലനിൽപ്പുണ്ടോ എന്നും നമുക്കെല്ലാവർക്കും കണ്ടറിയണം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു കേസ് മനഃപൂർവ്വം ആരെങ്കിലും ഉണ്ടാക്കിയതാണോ എന്നും അതോ അധികാരത്തിലിരിക്കുന്ന ആൾക്കാർ തന്നെ ദിലീപിനെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാൻ ഒരുക്കൂട്ടിയ ഒരു കേസാണോ എന്ന് എല്ലാവർക്കും സംശയം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തേണ്ട അധികാരപ്പെട്ടവർ തന്നെയാണ് ദിലീപിനെ കുടുക്കുന്നതും. എന്നിരുന്നാലും ഇനിയെങ്കിലും ദിലീപിന്റെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റട്ടെ എന്ന് എല്ലാവർക്കും ആഗ്രഹിക്കാം.